ഹലോ, അങ്ങനെ തായ്ലൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പൊ ഇത് പെട്ടി പൊട്ടിക്കൽ വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ ഉള്ളത് തായ്ലൻഡിൽ നിന്നൊന്ന് പെട്ടി. അതാണ് ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിച്ച സാധനം തായ്ലൻഡിൽ ചെറുപ്പം. ഇനി പെട്ടി തുറക്കാം. ഞാൻ 3 ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബാങ്കോക്കിലെ ഇന്ദിരാ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. സെയിം തന്നെ, അതുണ്ടോ, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഒരു പിങ്ക്, ഒരു ബ്ലൂ, നേവി ബ്ലൂ, പിന്നെ ഒരു യെല്ലോ. ഇതാണ് അതിൽ തന്നെ വാങ്ങിച്ചത് കേട്ടോ. പെട്ടി വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിലാണ് ഈ ബാഗുകളും വാങ്ങിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പേഴ്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതും ഒരു യെല്ലോയിഷ് കളറും പിന്നെ ഒരു പിങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഇതെന്ത് കളറത്, ഉള്ളിത്തൊണ്ടിൻ്റെ കളറ്, എൻ്റെ പേരെനിക്ക് പേര് പാടില്ല. അങ്ങനത്തെ ഒരു കളറില്ല, അങ്ങനത്തെ 2 കളറില്ല അത് പേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഷൂസ് വിനോദേട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. വിനോദേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചല്ല. ഇത് ഒറിജിനൽ നൈക്കിൻ്റെ ഷൂ ആണ് കേട്ടോ. പക്ഷേ അവിടെ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് നല്ല റേറ്റ് കുറവുണ്ട്. ഈ ഷൂ നമ്മൾ വാങ്ങിച്ചത് സെൻട്രൽ മരീന എന്ന് പറയുന്ന പട്ടയയിലുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് അത് നൈക്കിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. നൈക്കിൻ്റെ മാത്രമല്ല, അവിടെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ട്. 3200 ബാത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് 8000 ഇന്ത്യൻ മണി എന്ന് പറയാം. പക്ഷേ ഇത് ഓഫറിൽ നമുക്ക് കിട്ടിയപ്പോൾ 2000 ബാത്തിനാണ് കിട്ടിയത്. ഒരു 5000 ഇന്ത്യൻ മണിക്കാണ് കിട്ടിയത്. ഇത് UK ഇന്ത്യയിലാണെങ്കിലും ഞങ്ങൾ പ്രൈസ് ചെക്ക് ചെയ്തപ്പോൾ 8000 മുകളിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കിട്ടിയത് ഒരു 5000 രൂപക്ക് അടുത്താണ്. സെൻട്രൽ മറീന എന്നാണ് പട്ടായ സെൻറ്ററിൽ തന്നെയുള്ള ഒരു ഷോപ്പിംഗ് മാൾ പോലെ ഷോപ്പിംഗ് സെൻറ്റർ. അവിടെ നിന്നാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. പിന്നെ ഈ ബാഗിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഈ ബാഗിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ 3 എണ്ണത്തിനും കൂടി 500 ബാത്തേ ആയുള്ളൂ. ഒരു പേഴ്സിന് 100 ബാത്ത്, അതായത് 200 ബാത്ത്. പക്ഷെ എനിക്ക് ഈ പേഴ്സിനേക്കാൾ ലാഭമായിട്ട് ഈ ബാഗാണ് തോന്നിയത്. ക്വാളിറ്റിയും കുറച്ചും കൂടി ബാഗിന് കൂടുതലുള്ള പോലെ ഉണ്ട്. ടീഷർട്ട് പിന്നെ അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. അണ്ടർ ആർമർ ഉണ്ട്, ഇതൊരെണ്ണം. ഇത് നൈക്കിൻ്റെ സെയിം അണ്ടർ ആർമർ തന്നെ. ഇത് അഡിഡാസിൻ്റെ. ഇതെല്ലാം കൂടി നമുക്ക് കിട്ടിയത് 1000 സംതിങ് ബാത്തിനാണ് കിട്ടിയത്. ഇതും നൈക്കിൻ്റെ തന്നെ. ഇതെല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ. ഞാൻ നേരത്തെ ഷൂസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് റേറ്റ് നല്ല കുറവിന് കിട്ടുന്നുണ്ട്. ഇതും സെയിം മറീന, സെൻട്രൽ മറീന തന്നെയാണ്. ഏകദേശം 5 ബനിയൻ ടീഷർട്ടോട് കൂടിയിട്ട് 1200 ബാത്തായിട്ടേ ഉള്ളൂ. 1200 ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു 3000 രൂപ, 3500 ഇന്ത്യൻ മണി അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ ആ പൈസക്ക് 5 എണ്ണം മേടിക്കാന്ന് പറഞ്ഞാൽ ലാഭമാണ്. അതെ, ഭയങ്കര ലാഭം. യുകെയിലാണെങ്കിൽ ഒരെണ്ണത്തിന് തന്നെ ആകും 1200 ബാത്തൊക്കെ, അത്രയാവും. ഒരെണ്ണത്തിനാവും, അതിലും മുകളിൽ പോയെങ്കിലേ ഉള്ളൂ. ഇത് ലാഭമാണ്. ഇനിയാണ് കുറെ തിന്നുന്ന സാധനങ്ങൾ. ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇതിന് 100 ബാത്ത്. അവിടെ ചോക്ലേറ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രൈ ചെയ്തില്ല. ഞങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. തിന്ന് നോക്കിയിട്ട് വേണം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട്. പിന്നെ ഇത് ഞാൻ കുറേ ചാനലുകളിൽ കണ്ടതാണ്, യൂട്യൂബ് ചാനലിൽ കണ്ടാണ്. ഇത് നല്ല സ്മെല്ലാണ്. ജലദോഷം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അതൊന്ന് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിക്സ് ഇങ്ങനെ മണക്കൂലേ, അതുപോലെ മണത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. ഞങ്ങൾ വാങ്ങിച്ചത് ഇന്ദിരാ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. ഇതിന് ഒരെണ്ണത്തിന് 50 ബാത്താണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 7-Eleven എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ഷോപ്പ് ഉണ്ട് അവിടെ പറഞ്ഞല്ല, അവിടെ മുക്കിലും മൂലയിലൊക്കെ ഉണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 35 ബാത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ചു പോയായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് പെയിൻ റിലീഫിൻ്റെ കുറച്ച് ബാമുകൾ. അവിടെ കുറേ ബാമുകൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും. ഒരുപാട് പെയിനൊക്കെ പെട്ടെന്ന് മാറുന്ന പറയുന്നത്. ഞങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല, പക്ഷെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അമ്മച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളോ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി അമ്മച്ചിനോട് പറഞ്ഞിട്ട് അമ്മച്ചി എന്തായാലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് ഞാൻ ഇങ്ങനെ ശ്വസിച്ച് നോക്കിയിട്ട് നന്നായിട്ട് കയറി പോകുന്നുണ്ട് മൂക്കിൻ്റെ ഉള്ളിലോട്ട്. ഇത് അടിപൊളിയാണെന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. ജാക്ക് ഫ്രൂട്ട് ഡ്രൈ ചെയ്തത്, ഇത് പൈനാപ്പിൾ ഡ്രൈ ചെയ്തത്, ഇതെന്താ
ഫ്രൂട്ട്സും വെജിറ്റബിൾസും ട്രൈ ചെയ്തത്. അങ്ങനെ ഇതൊക്കെ ഇവിടെ കിട്ടും, പക്ഷെ എന്നാലും അവിടുത്തെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. ഇത് കോക്കനട്ട് ചിപ്സ്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം അവിടെ ചെന്ന് കഴിച്ചിട്ട് മാംഗോ സ്റ്റിക്കി റൈസ്. ഇതും ഡ്രൈഡ് ആണ്. അതായത് അവർ സെയിം സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള മാംഗോയും പിന്നെ റൈസ് പിന്നെ കോക്കനട്ട് പിന്നെ അതിനകത്തിരുന്ന കുറച്ച് സാധനങ്ങൾ അതെല്ലാം കൂടി ഡ്രൈ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുന്നത്. അത് ചിലപ്പോൾ ഒറിജിനൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് ചീത്താനുള്ള സാധ്യതയുണ്ട്. കോക്കനട്ട് മിൽക്കൊക്കെ ആയതുകൊണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഡ്രൈഡ് ആയിട്ടുള്ളത് വീട്ടുകാർക്കും കൂടി ടേസ്റ്റ് ഇതിൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കാരണം നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അവിടെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് വേണമെങ്കിൽ പറയല്ലേ, അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വീട്ടുകാർക്കും കൂടി ടേസ്റ്റ് അറിയാൻ വേണ്ടി രണ്ടത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ പ്ലാറ്റിനം മാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചാണ്. കുറേ യൂട്യൂബേഴ്സൊക്കെ അവിടെ നിന്ന് പോയി ഷോപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ പോയതാണ് പ്ലാറ്റിനം മാളിൽ. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് മാസ്ക് ആണ്, കൊളാജിൻ മാസ്ക് ആണത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 ബാത്താണ്. ഇതിൽ എത്ര 10 ഷീറ്റുകളുണ്ട്. 199 ബാത്ത് എന്ന് പറയുമ്പോൾ 200, 400, ഒരു 500 ഇന്ത്യൻ മണിക്ക് അടുത്ത് വരും. അതായത് ഇതിനകത്ത് 10 ഉണ്ട്. അതും ഞങ്ങൾക്ക് ലാഭമായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. മാസ്ക്, ഫേസ് മാസ്ക്, വൈറ്റമിൻ സീഡ്. ഇത് നിവിയയുടെ പ്രൊഡക്റ്റാണ്. ഇത് ഭയങ്കര ലാഭമായിട്ട് കിട്ടിയതാണ്. ഇതിന് 100 ബാത്ത് എന്താണ്ടുള്ളൂ. ഇത്രയും വലിയൊരു പ്രൊഡക്റ്റ് നിവിയയുടെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 100 ബാത്ത് 200 രൂപയ്ക്കൊന്നും എന്തായാലും കിട്ടൂല. 200-250 രൂപയ്ക്കൊന്നും കിട്ടൂല. ഇത് നല്ല ലാഭമായിട്ട് തോന്നി. ഇതിനകത്ത് SPF 15 ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലാഭമായിട്ട് തോന്നിയപ്പോൾ ഇതങ്ങ് വാങ്ങിച്ചു. ഞങ്ങളൊന്നും അങ്ങോട്ട് കമ്പയർ ചെയ്ത് നോക്കിയത് ഇന്ത്യൻ റുപ്പി ആയിട്ടല്ല കേട്ടോ. കൂടുതൽ പൗണ്ടിലാണ് നോക്കിയത്. കാരണം കൂടുതൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന പൗണ്ടിലല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ലാഭമായിട്ടാണ് സാധനങ്ങൾ തോന്നിയത്. ഇന്ത്യൻ റുപ്പിയിൽ ചിലപ്പോൾ നോക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ലാഭമായിട്ട് തോന്നണമെന്നില്ല. കുറച്ച് റേറ്റ് ഉള്ള പോലെ തോന്നും. കാരണം നമ്മളെക്കാളും മൂല്യം കൂടുതലാണ് അവരുടെ മണിക്ക്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് തോന്നും. പക്ഷേ ഇത് പൗണ്ടിൽ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ലാഭമായിട്ടാണ് തോന്നിയത്. ഇതൊരു ഐ റോളറാണ്. പഫിനസും ഡാർക്ക് സർക്കിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് 100 ഇത് ബാത്തേ വരുന്നുള്ളൂ. പിന്നെ ഒരു കാജൽ ഞാൻ വാങ്ങിച്ചു. ഇതും സെയിം തന്നെ 100 ബാത്തേ വരുന്നുള്ളൂ. ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഒരു ഫേസ് വാഷ്. ഞങ്ങളത് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫേസ് വാഷ് വാങ്ങിച്ചതാണ്. പക്ഷെ അത് ഉപയോഗിച്ചില്ല. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 കിട്ടി. ഇതിനും സെയിം. ഇതിന് 100 താഴെ 80 അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ. 80 ബാത്ത് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നിയ 2 സാധനം. അതായത് 2 എണ്ണത്തിന് 90 പൗണ്ട്. 90 ബാത്ത് അത്രേ ആയുള്ളൂ. 90 ബാത്ത് എന്ന് പറയുമ്പോൾ 10. അതും ലോറയൽ പാരീസിൻ്റെ ഇത് 90 എന്ന് പറയുമ്പോൾ UK വെച്ച് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ലാഭമായിരുന്നു. UK ഒരെണ്ണത്തിന് ഇന്ത്യൻ മണി നോക്കുവാണെങ്കിൽ 800-700 വരും. ഇത് 2 എണ്ണത്തിന് 90 ബാത്തിലെന്ന് പറയുമ്പോൾ ഒരു 10-300 രൂപയ്ക്ക് നമുക്കിത് കിട്ടി. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ലാഭമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഒരു ലിപ് ബാം. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടൊരു ലിപ് ബാമായിട്ട് തോന്നി എനിക്ക്. ഇതിനൊരു 30 ബാത്തേ ഉള്ളൂ. ഭയങ്കര ചീപ്പാണ്. അപ്പോൾ അതും ഇതും വാങ്ങിച്ചു. പിന്നെ ഇത് സെയിം മോഡലിൽ തന്നെ വാങ്ങിച്ചതാണ്. ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട് തോന്നണല്ലേ. എന്താ 1000 ബാത്തോ അങ്ങനെ എന്തോ. ഡിഫ്യൂസറാണ്. നല്ല റൂമിലൊക്കെ നല്ല സ്മെല്ല് വരുന്നതാണ്. ഞങ്ങൾക്ക് മുന്തിരിയുടെ മണം. ഞങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഒരു 1000 ബാത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. എനിക്ക് ഏറ്റവും ചീപ്പായിട്ട് അവിടെ ഞാൻ വാങ്ങിച്ച എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ ഇതിനു മുന്നേ കാണിച്ച കാജലും ലിപ്സ്റ്റിക്കും അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എനിക്ക് 20 ബാത്തേ ഉള്ളൂ എല്ലാത്തിനും. അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ തുടങ്ങി വാങ്ങിക്കണം എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇത് ഞാൻ അവിടെയുള്ള എല്ലാവരുടെയും തലയിൽ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്ന കടകളുടെ എല്ലാ റേറ്റ് കൂടുതലാണ്. ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ പ്ലാറ്റിനം മാളിൽ പോയത്. അപ്പോൾ പ്ലാറ്റിനം മാളിൽ 20 ഇതിൽ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ 20 രൂപ കട 100 രൂപ കട എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള 20 രൂപ കടയിൽ വാങ്ങിച്ചതാണ് ഈ ഒരു കിട്ടും. ചെമ്പകപ്പൂ. അതെ, ചെമ്പകം അവരുടെ എന്തോ ദേശീയ പുഷ്പം ചെമ്പകപ്പൂവാണ്. പിന്നെ ഞാനൊരു കമ്മൽ വാങ്ങിച്ചു. കമ്മലുണ്ട്. ഇതിനും 20 ബാത്തേ ഉള്ളൂ. പിന്നെ ഒരു നെയിൽ പോളിഷ്. ഇതിനും സെയിം 20 ബാത്തേ ഉള്ളൂ.
പിന്നെ ഒരു കയ്യിടുന്ന ചെയിൻ വാങ്ങിച്ചു. ഇതൊക്കെ നീ എപ്പോഴാണ് ഇത് മേടിച്ചത്? ഇനി ഒരു ഭാഗത്ത് കടയിൽ നിന്ന് ഒറ്റയ്ക്ക് കിട്ടിയിട്ടില്ലേ, വാങ്ങിച്ചോളാം. പിന്നെ ഇതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് തായ്ലൻഡിൻ്റെ. നമ്മളവിടെ പോയി വന്നാലും നമുക്ക് അങ്ങനെയുള്ളൊരു ഇത് വാങ്ങിച്ച് വെക്കണമല്ലോ, ഒരു ഓർമ്മയ്ക്ക്. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെങ്കിൽ നമ്മൾ UK കൊണ്ടുപോകും. അപ്പം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇത് സോപ്പുകളാണ്. സോപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഇതും സെയിം ഞാൻ അസ്ലി മലയാളത്തിൻ്റെ ഇതിൽ വീഡിയോയിൽ കണ്ടപ്പോൾ തുടങ്ങിയാൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ്. അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ, ഒറിജിനൽ മാങ്ങ ഇങ്ങനെ ഇരിക്കും, അതേ സ്മെല്ലാണ്. നമുക്ക് അടിച്ച് തിന്നാൻ തോന്നുന്നു. അതുപോലെ രണ്ട് വാട്ടർ മെലൺ എന്താ നല്ല രസമില്ല, കാരണം ക്യൂട്ടായിട്ടുള്ളത് ഇതാണ്. രണ്ടെണ്ണം സെയിം കളറല്ല, രണ്ട് കളറ്. പിന്നെ ഇത് റോസൊക്കെ കേട്ടോ, ഇത് റോസിന്റെ സെയിം ആണുള്ളത്. അത് നോർമലി നമ്മളെല്ലാവർക്കും കാണാറുള്ളതാണ്. ഇതിന്റെ പേരെന്തായിരുന്നു ഫ്രൂട്ടിന്റെ? റംബുട്ടാനല്ലല്ലോ, ഇത് ഒരു ഫ്രൂട്ട് റംബുട്ടാനല്ല, അവരുടെ എന്തോ ഡൂറിയാന്റെ പദത്തിൽ അവരുടെ നമ്മളെ നല്ലോണ്ട് ഈ സാധനം. അതൊരു ഫ്രൂട്ടാണ്, സെയിം അതിന്റെ സ്മെല്ല് തന്നെ. പിന്നെ ഇതൊക്കെ തേങ്ങയുടെ സെയിം സ്മെല്ല് തന്നെ തേങ്ങയുടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിച്ച് കുടിക്കാനായിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ചകിരി പോലത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓറഞ്ച്, നല്ല സ്മെല്ല്. എനിക്ക് മാങ്ങയാണ് മണക്കട്ടും കൊതി കടിച്ച് ഞാൻ തോന്നുന്നു, കൊതിയാവുന്നു പറയില്ലേ. പിന്നെ ഇതെന്താ, അത് മഞ്ഞമാങ്ങ, ഇത് കുറച്ചുകൂടി പഴുത്ത മാങ്ങ, അതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് നല്ല കൂടുതലാണ്. പിന്നത് ലെമൺ, ശരിക്കും ലെമണിന്റെ മണം, ലെമണിന്റെ ഷേപ്പും. ഇതിന്റെ ഉള്ളിൽ ചന്ദിരി ഉണ്ടിട്ടാ. ഇത് വേറെ കുറെ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഞാൻ വാങ്ങിച്ചില്ല. കുറച്ച് ഡീസന്റ് എന്തൊക്കെയായിരുന്നു ഷേപ്പ്? പറയാൻ പറ്റാത്ത ഷേപ്പുകളാണ്. അതെ, ആണ്, അതൊന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാക്കറ്റിന് ആദ്യം തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ടേസ്റ്റ് ചെയ്ത് ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ല. തായ്ലൻഡ് ചോക്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. ഇത് മറ്റേ റോഷന്റെ പോലെ ഇരിപ്പുണ്ട്, കഴിച്ചോട്ടെ. ട്രൈ ചെയ്യാണ്ട് പോയൊരു സാധനം ചോക്ലേറ്റ് ആണല്ലോ ഇവിടെ. എനിക്ക് അടുത്ത് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ല ഇതുവരെയായിട്ടും. തായ്ലൻഡിൽ ചോക്ലേറ്റ് അത്ര ഫേമസ് ആണ് ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഇത് ഇന്ത്യൻ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് തന്നെ കേട്ടോ. ചോക്ലേറ്റ് യൂറോപ്യൻ ചോക്ലേറ്റ് അടിപൊളി സാധനം അല്ലേ? ഏകദേശം ഒരു ഇന്ത്യൻ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഒക്കെ തന്നെ. ഞാൻ കേട്ടിട്ടില്ല തായ്ലൻഡ് ചോക്ലേറ്റ് ഭയങ്കര ഫേമസ് ആണെന്നുള്ള കാര്യം. ഇത്രയും ഉള്ളതിന് 100, ഇതും ഇതിനൊരു 350 വാങ്ങിച്ചത്. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഒരു 3 പാക്കറ്റ് ചോക്ലേറ്റ് ആണ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ആണ്. ഇത് പട്ടായയിൽ പുലിക്കുഞ്ഞിന് പാലെടുക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ കണ്ടോളൂ. അമ്മ എന്താ പറഞ്ഞ ഈ ഫോട്ടോ കണ്ടപ്പോ? അമ്മ പറയണ്, നിനക്കതിനുള്ള ധൈര്യമൊന്നുമില്ല, നീ കളിപ്പാവട അടുത്തിരുന്നാണ് ഫോട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോയിൽ കാണുമ്പോൾ വിശ്വസിക്കും ഇത് അനങ്ങും എന്ന് പറഞ്ഞപ്പോൾ അത് റിമോട്ട് വെച്ചാണെങ്കിൽ അതെ. ഇതൊരെണ്ണം. പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും കൂടിയുള്ള കപ്പിള്. ഇത് നമ്മൾ ഫുക്കറ്റില് എവിടെ ഫിഷ് ഐലൻഡിൽ പോയപ്പെടുത്തത്. അവരെടുക്കും, അവരെന്നെ ഫ്രെയിം ചെയ്ത് തരും, അവർ പൈസ വാങ്ങിക്കും. അവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറയുകയൊന്നും വേണ്ട, അവരെന്നെ എടുക്കും, ഫ്രെയിം ചെയ്യും. അവർ തന്നെ എടുക്കും, ഫ്രെയിം ചെയ്യും. നമുക്കൊരു അതെ ഒരു സൈറ്റ് സീന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ ഫ്രെയിം ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അതെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, വേണമെങ്കിൽ വേണ്ട, റിഫ്യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റിനുള്ളിൽ ഫ്രെയിം ചെയ്യും. കാരണം ഞങ്ങള് അവിടെ പട്ടായയിലെ ബിഗ് ബുദ്ധ കാണാൻ വേണ്ടി പോയപ്പോ നമ്മള് ഫോട്ടോ എടുത്തത് പോലെ അറിഞ്ഞില്ല, നടന്നു പോണ ഒരു ഫോട്ടോ, കാൻഡിഡ് ഫോട്ടോ ആണ് എടുത്തത്. പക്ഷെ ഫോട്ടോ നല്ല രസം ഉണ്ടായിരുന്നു.
രസമുണ്ടായിട്ട് എന്ത് കാര്യമുണ്ട്? എന്നെ കാണില്ല, നിങ്ങളെ മാത്രം കാണുള്ളൂ. ഞാൻ നിങ്ങളുടെ ബാക്കിലായി പോയി. അല്ല, ആ ബിഗ് ബുദ്ധ കാണാൻ നമ്മൾ ശരിക്കും 15 മിനിറ്റ് പോലും എടുത്തില്ല. അതെ, അത് പോയിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നു. കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നോണ്ട് പോയിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നു. നമ്മളെ ഇറങ്ങി അവിടെ വന്ന് നിന്നപ്പോ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണം. എന്നാന്ന് വെച്ചാൽ അവളുടെ ഫോട്ടോ അതിനകത്ത് കണ്ടില്ല. ഞാൻ എന്റെ ഷാഡോയിലായിപ്പോയുള്ളു. പക്ഷെ എന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് ക്യാൻഡിഡ് ആയിരുന്നു. എനിക്ക് കുറച്ച് തായ്ലൻഡിനെ പറ്റി പറയാനുണ്ട്. പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു.